നിങ്ങൾക്ക് ഈ കോഴിക്കോടൻ പലഹാരങ്ങൾ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? ഇതെവിടെയാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? വളരെ രുചിയൂറും രൂപത്തിലാണ് ഇവിടെ പലഹാരങ്ങളൊക്കെ ഉള്ളത്. സുഹൃത്തുക്കളെ, ഇത് മറ്റെവിടെയുമല്ല, ഇത് കോഴിക്കോട് കോവൂർ വെള്ളിമാടുകുന്ന് ബൈപ്പാസിലാണ്. അവിടെ വാപ്പുളിത്താഴം എന്ന സ്ഥലത്ത് തീപ്പെട്ടി എന്ന ഷോപ്പാണിത്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ചായകൾ ലഭ്യമാണ്. ഇന്ത്യൻ മസാല ചായ, ഏലക്കായ് ചായ, കടക് ചായ, ചോക്ലേറ്റ് ടീ, ജിഞ്ചർ ടീ, സിനമൺ ടീ, ടർമറിക് ടീ, അങ്ങനെ വ്യത്യസ്തമായ ചായകൾ ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞോ? അവർ നോർമൽ ചായ എടുത്തോ? കഴിക്കാൻ എന്തൊക്കെ ഉള്ളത്? ഒരു ബ്രെഡ് ടോസ്റ്റും ഒരു ബ്രെഡ് ഫില്ലിങ്ങും പിന്നെ ഒരു പൊടി തെറിച്ചെടുക്കല്ലേ? ഒരു പൊടി തെറിച്ചു. ഓക്കെ. ഇതെന്താ പറഞ്ഞത്? ബ്രെഡ് നിറച്ചത്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾ 3 സാധനമാണ് ഓർഡർ ചെയ്തിരുന്നത്. ഒന്ന് ബ്രെഡ് നിറച്ചത്, പിന്നെ ഒന്ന് ബ്രെഡ് റോസ്റ്റ്, പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ച്. അങ്ങനെ ബ്രെഡിൻ്റെ 2 ഐറ്റംസ് ആദ്യം തന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് തീർന്നുപോയി. പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ച് അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അത് തീർന്നുപോയി. പിന്നെ ചായ വന്നു. അടിപൊളി ചായ ആയിരുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ചായ കിടിലെന്നൊന്നും പറഞ്ഞാൽ പോരാ, കിഡിലോസ്കി ചായ എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ചായ ആയിരുന്നു. ഞാൻ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെയുള്ള വ്യത്യസ്ത തരം ചായപ്പൊടികൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള എല്ലാ ചായകളും ഇവിടെ ലഭ്യമാണ്, ടീപ്പെട്ടിയിൽ ലഭ്യമാണ്. അതുമാത്രമല്ല, നല്ല ക്വാളിറ്റിയുള്ള ചായയാണ് കിട്ടിയത്. നമ്മൾ നോർമൽ ചായ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി, ഒരു ചായ കുടിച്ച ഫീലിംഗ് ആയിട്ട് കിട്ടും. അങ്ങനെ നല്ല അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ ചിക്കൻ പൊട്ടിത്തെറിച്ച വന്നു. പിന്നെ നിങ്ങൾ കണ്ടോളൂ എന്താ സംഭവിച്ചെന്ന്. ഒന്നും പറയാനില്ല. അടുപ്പത്ത് നിന്നിട്ട് കോരി അങ്ങ് വെച്ചിട്ടുള്ളായിരുന്നു. തൊട്ടപ്പോൾ അത്യാവശ്യം പൊള്ളുന്നുള്ള സ്വാഭാവികമാണ്. എന്നിട്ടും പിടിവിട്ടില്ല. ഉഷാറായിട്ട് പറിച്ചാണ് എടുത്തു. നടുക്കൊരു കമ്പ് കുത്തിയിട്ടാണ് വരുന്നത്. പൊളി സാധനമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചൂട് കുറച്ച് കൂടുതലായിട്ട് അവൻ്റെ അമ്മറം പൊള്ളിയെന്നാണ് തോന്നുന്നത്, നോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ നിലവിൽ ഇവരുപയോഗിക്കുന്ന വ്യത്യസ്ത തരം ചായപ്പൊടികൾ വരെ ചായക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാണ്. അതേ ചായപ്പൊടി ഇവിടെ വിൽക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു സ്കോപ്പാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ അങ്ങനെ ഷോപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം അങ്ങനത്തെ ചായപ്പൊടികൾ വിൽപ്പന കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആയിരിക്കും. കാരണം ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകളാകുമ്പോൾ ജസ്റ്റ് ഒരു ചായപ്പൊടി സെയിൽ വളരെ ഈസിയായിട്ട് നടക്കാനും സാധ്യത ഉണ്ടല്ലോ. എന്നിട്ട് നോക്കി എങ്ങനെ ഇരുന്ന ചിക്കൻ പൊട്ടിത്തെറിച്ച. അപ്പോൾ അവസാനം വെറും കോല് മാത്രമുണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. ഒരു രക്ഷയില്ല, പൊളി ആംബിയൻസാണ്. ഞങ്ങൾ ഷോപ്പ് തുറക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് കസ്റ്റമർ ഞങ്ങളായിരുന്നു. അപ്പോൾ ഷോപ്പിൽ ആരും ഇല്ലായിരുന്നു നമ്മൾ കയറിയിരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ചാടിച്ച് കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോപ്പിൽ കസ്റ്റമർ ഫുള്ളായിട്ടുണ്ട്. ഈ സ്നാക്സിൽ അത് വേറെ എന്തൊക്കെയുള്ളത്? പല പല സ്നാക്സ് വരുമല്ലോ. ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ? രാത്രി എപ്പോൾ വരണ്ടാവും? 12 മണി. അതെവിടെ ചിലവും? മൂവിക്കൽ. ഓക്കെ, കാണാം.
ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ 4:30 ഇവർ തുറക്കും, അതുപോലെ തന്നെ രാത്രി 12 വരെ ഉണ്ടാവും. പിന്നെ അവരെ സാധനങ്ങളൊക്കെ ഇവർ സ്വന്തം തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ബാക്കി സാധനങ്ങൾ പൊരിക്കടികളൊക്കെ അവിടെ നിന്ന് ചെയ്തു തരും, ബാക്കിയുള്ളതൊക്കെ ഇവർ ഇവിടെ നിന്ന് ഉണ്ടാക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.